വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് ബൈബിള് പറഞ്ഞല്ലോ. അതൊരു മോശമല്ലേ? ആര് അന്യമതസ്ഥരെ വീട്ടിൽ കയറ്റാൻ പാടില്ലെന്ന് ബൈബിള് പറഞ്ഞല്ലോ, അത് മോശമല്ലേ? തെളിവിട് എന്റെ ബൈബിളിൽ ഏത് തെളിവിട്. വചനം ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഇപ്പൊ പറയും. പറയണോ? അത് കൊണ്ടുപോവാ, തെളിവ് പറയണോ? കൊണ്ടുപോവാ. ഞങ്ങള് ഇതുവരെയും കേട്ടിട്ടില്ല, അതുകൊണ്ടാ. അല്ല നിങ്ങൾക്ക് അച്ഛൻ അന്നേരം കേൾക്കാമെന്ന് ഖുറാൻ പറഞ്ഞു വായിക്കാൻ ഞങ്ങൾ തുടങ്ങി. ബൈബിള് പഠിപ്പിച്ചിട്ടുണ്ടാ അന്നേരം സുഹൃത്തുക്കളെ. ഖുറാൻ വായിക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ ഖുറാൻ അത് വായിക്കാൻ തുടങ്ങി. കറക്റ്റാണ്, അത് കറക്റ്റാണ്. ഇപ്പൊ വായിക്കാൻ അതെ, തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങള് നിങ്ങൾക്ക് ബൈബിള് പഠിപ്പിച്ചു തരാന്നേ. നിങ്ങളെക്കാൾ ബൈബിള് ഞങ്ങൾ പഠിച്ചു. എന്നാ ഒന്ന് പറ കൂട്ടരെ, ബൈബിളിൽ എന്തുകൊണ്ടാണ് ഏത് അന്യ വചനമാണ് അന്യ അത് പറയുന്നത്? അന്യമതസ്ഥരെ ഒന്ന് അല്ലെങ്കിൽ കേക്കട്ടെ. അന്യ ആൾക്കാരെ കേട്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ ബൈബിൾ പഠിച്ചോ ഇല്ലെന്ന് ഇപ്പൊ അറിയാം. അതെ, ഞാനത് സംസാരിക്കും. എടുത്തു കൊണ്ടുവന്നാൽ ഞാൻ എടുത്തു വന്ന അച്ഛൻ കുഞ്ഞുക്ക് ക്രിസ്മസ് ഉപേക്ഷിക്കുവോ? എടുത്തോണ്ട് വരാൻ വലിയ ഞാൻ ആര് ചുമടൊന്നും പറഞ്ഞാലും അല്ലല്ലോ, അതൊന്ന് ഉപേക്ഷിക്കത്തില്ല വായിച്ചാ കൂട്ടെ. പോരെ. ഇതുവരെ കുറെ പേര് പറഞ്ഞതാ ഞാൻ ഉപേക്ഷിക്കാന്ന് പറഞ്ഞ്. അവർ വന്ന് പിന്നെ ചോദിക്കുമ്പോ അവർക്ക് ആൻസർ പേരാണോ? ഇല്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയാറില്ല. ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോവാ. അന്യമതസ്ഥരെ ഞാൻ വീട്ടിൽ നിങ്ങളെ കയറ്റാൻ പാടില്ല ബൈബിള് ഈസയെ പറഞ്ഞിട്ടില്ലേ? കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം വിടുമെന്ന് ചോദിക്കുന്ന ആ പരിപാടി എനിക്കില്ല. നിങ്ങൾക്ക് വേണേ വിടും, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോണ്ട് കൊണ്ട് നടക്കും. ഏ ബ്രദറെ, അല്ല ബ്രദറെ, ഒരു പറയൂ. സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഇസ്ലാം ആണല്ലോ, ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസമാണല്ലോ, അവിടെ വിഗ്രഹാരാധന ബ്രദറെ? വികാരം നിങ്ങൾക്കുള്ള 10 കൽപ്പന തെറ്റിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത്. 10 കൽപ്പന എന്റെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എന്ന് പറഞ്ഞിട്ട് അല്ല, നിങ്ങൾ തന്നെ നാട് കുറച്ച് ഓക്കെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഡിസ്റ്റർബ് ചെയ്യല്ല, അതല്ലേ മോശം. അതല്ല ഞാൻ ഞാൻ പറഞ്ഞതല്ല. പറഞ്ഞിട്ട് പൂർത്തിയായിട്ട് പറയാം. ഞാൻ ഏകദൈവ പൂർത്തീകരിച്ചിട്ട് വിശ്വാസത്തില് ഇടപെടരുത്. ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഇവിടെ ഇടപെടരുത്. മുജാഹിദിന്റെ തനി സ്വഭാവം ഇറങ്ങാൻ തുടങ്ങി. മുജാഹിദ് എന്റെ ഇവിടെ കയറി അനുഭവമല്ലല്ലോ മോഡറേറ്റ് അച്ഛൻ ചെയ്യണ്ട. കുഞ്ഞെ. ഇവിടെ നിങ്ങളുടെ കയറി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ കയറി മോഡറേറ്റ് ചെയ്യണ്ട. മോഡറേറ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്, അവര് പറഞ്ഞു അല്ലല്ല, കേൾക്കുക. പരിശുദ്ധമാവ് കയറുന്നത് എല്ലാത്തിനും ഞാൻ ഒരു പറയട്ടെ. സാവകാശം, മുജാഹിദ് എല്ലാത്തിനും ഒരു സാവകാശമുണ്ട്. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്. അവര് ചോദ്യം ചോദിക്കൂലേ? അവിടെ നിൽക്കെ. ചോദ്യത്തിന് ഞാൻ മറുപടിയാണ് പറയുന്നത് സുഹൃത്തെ. നിങ്ങളുടെ ചോദ്യത്തിലാണ് ഞാൻ മറുപടി പറയുന്നത്. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം 5 മാസം വീട്ടിൽ കയറ്റാൻ പാടില്ല ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. 2 യോഹന്നാൻ 1:9, 2 യോഹന്നാൻ 1:10 വായിച്ചു നോക്കുക. അതൊന്ന് വായിച്ചൊന്ന് കേൾക്കട്ടെ നിങ്ങള്. അപ്പൊ അവിടെ കാണും. അല്ല, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കൂ. അത്ര മുജാഹിദ് നിങ്ങൾ ഇതൊരു വായിക്കോ? ബാപ്പയുടെ ഫോട്ടോ ആണോ? ഏ മുജാഹിദിന്റെ ബാപ്പയുടെ ഫോട്ടോ ആണോ ഇത്? ബാപ്പ ഉള്ളാലോ. എനിക്കറിയില്ല അത്. മുജാഹിദിന്റെ ബാപ്പയുടെ ഫോട്ടോ ആണോ? എന്റെ ബാപ്പ ഇങ്ങനെയല്ല. ബാപ്പ ബ്രാഹ്മണാണല്ലോ. എന്റെ ബാപ്പ ഇങ്ങനെയല്ല. ബാപ്പയുടെ ഫോട്ടോ ആണോ ഇത്? അല്ല, നമുക്ക് ബാപ്പ ഇങ്ങനെ വിഷയത്തിലേക്ക് എങ്ങനെയാണ്? വരാം. ഉണ്ടപോണ്ടേ മുജാഹിദിന്റെ ബാപ്പ ആണല്ലോ. അതൊക്കെ പിന്നീട് പറയാം. ലവ് ജിഹാദ് പോട്ടെ, അതൊക്കെ പിന്നീട് പറയാം. വല്ലാത്തൊരു മുജാഹിദിന്റെ ബാപ്പയുടെ ഫോട്ടോ ആണ് ഇത്. ആരുടെ ഫോട്ടോ ഇത്? അവിടെ ഫോട്ടോ നിൽക്കോ? മുജാഹിദിന്റെ ആണോ അതോ മുജാഹിദിന്റെ ബാപ്പയുടെ ഫോട്ടോ ആണോ? അല്ല ബോണ്ടെ ഒരു അതൊക്കെ സെക്കൻഡ്. പിന്നീട് പറയാം. നമുക്ക് അതൊക്കെ പിന്നീട് അല്ലല്ല, പറയാം. വിഷയത്തിലേക്ക് വരും. സഹോദര, നമുക്ക് വിഷയത്തിലേക്ക് വരും സഹോദര. ആ വിഷയത്തിനകത്ത് എവിടാണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിൽക്കും. 2 അവിടെ യോഹന്നാൻ കഴിഞ്ഞ 1:9 മാസത്തിൽ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് 2 യോഹന്നാൻ 1 മുതൽ 11 വരെ വായിച്ചു നോക്ക്. 2 വായിച്ചു 2 നോക്കി. യോഹന്നാൻ ഒന്ന് വായിച്ചേ, 9 മുതൽ 11 വരെ നിങ്ങൾ വായിച്ചു നോക്കൂ. ഒന്ന് വായിച്ചേ. ഞാൻ അപ്പൊ അവിടെ വായിക്കണമെങ്കിൽ കണ്ടില്ല. താങ്കൾ അല്ല, വായിക്കുന്ന ഏത് ബുക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വായിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് ഒന്ന് വായിപ്പിക്കൂ. പറയൂ, ഒന്ന് പറയുന്നേ. നിങ്ങൾ വായിക്കുന്നേ, ഞാൻ വായിച്ചണക്ക് കിട്ടിയില്ല. ബ്രദേഴ്സ് ആരെങ്കിലും 2 യോഹന്നാൻ 1:9, 10, അതായത് കർത്താവ് പറയുന്ന കർത്താവിന്റെ 9, 10, ഉപദേശത്തിന് 11 വിരുദ്ധമായിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി വേറൊരു ഉപദേശവുമായി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ കയറ്റരുതെന്നുള്ളതാണ് അതിന്റെ ആപ്തവാക്യം. ആരെങ്കിലും ഒന്ന് വേറെ വായിച്ചേക്കാമോ? ഉപദേശവുമായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വക നരേഷനാണ്. ഞാനെന്താ പറഞ്ഞ 5 മാസം ഞാൻ വായിക്കുന്നതിനകത്തുണ്ടെന്നേ. പറഞ്ഞ അത് നിങ്ങൾ ഞാൻ വായിക്കുന്നതിനകത്ത് കണ്ടാ പോരെ താങ്കൾക്ക്? ഉണ്ട്. അല്ല, നിങ്ങളെല്ലാം വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം വായിക്കാൻ അറിയില്ല. പിന്നെ ആരെങ്കിലും ഒന്ന് വായിക്കാൻ വായിക്കാൻ അറിയാത്തവർക്ക് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ ഞാൻ മറുപടി കൊടുക്കാം. ഒരു മിനിറ്റ് മൈനബറോ, ഞാൻ മുജാഹിദിന്റെ ഫോട്ടോ എടുക്കാൻ വായിക്കുന്നത്. മുജാഹിദ് സമാധാനപ്പെടും. മുജാഹിദ് ടേപ്പ് ഓൺ ചെയ്യാതിരിക്കും. അതായത് ഞങ്ങൾക്ക് ബാക്ക് പോയാൽ വായിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കൊണ്ടുവന്ന് ഞങ്ങൾ മെസ്സേജ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് അത് വായിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് നിങ്ങൾ വായിക്കോ? അന്യമതസ്ഥ അല്ല, ഞാൻ എസ് എ വായിച്ചു, അച്ഛൻകുഞ്ഞിന്റെ എസ് പറഞ്ഞ വായിച്ചു ഞാൻ. അയ്യോ ഞാൻ വായിച്ചു തരാൻ കൊണ്ടുവരാം. അല്ല വായിക്കൂ, അച്ചോച്ച കിട്ടി. ഞാൻ വായിച്ചു. ഞാൻ വായിച്ചു ബൈബിൾ വെച്ചോ, എടുത്തു. കർത്താവിന്റെ ആ വാക്യങ്ങളല്ലേ, വായിച്ചു വെച്ചോ, ഓക്കെ. വായിക്കൂ, കർത്താവിന്റെ വാക്യങ്ങളല്ലേ. അലക്കല്ലേ അലക്കല്ലേ ഈ മുഹമ്മദിനെ സാത്താൻ കയറി കിടന്ന് അലക്കല്ലേ പ്ലീസ്. അതെ, പരിശുദ്ധാത്മാവ് കയറി കളയിക്കല്ലേ സുഹൃത്തെ. നിക്കുന്നേ മുജാഹിദ് വായിച്ചു വായിക്കട്ടെ. വെച്ചോ, വായിച്ചു, മുജാഹിദ് കർത്താവിന്റെ വാക്യങ്ങളല്ലേ മുജാഹിദ് വെച്ചോ, വായിച്ചു വെച്ചോ. രണ്ടുപേരും ഒരേ രീതിയിൽ സംസാരിക്കരുത്. കൂടുതൽ സംസാരിക്കരുത്. ഒരാൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാം കേട്ടോ. രണ്ടുപേർ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ വായിക്കാം. വായിച്ചു 2 വെച്ചോ, യോഹന്നാൻ വായിക്കൂ. മുജാഹിദ് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത് രണ്ട് എന്നോട്? 2 യോഹന്നാൻ 9 മുതൽ അതെ, വായിക്കാം. ഒരധ്യായമേ ഉള്ളൂ, അതുകൊണ്ട് 9 മുതൽ വായിക്കാം. അപ്പൊ അധ്യായം പറയേണ്ട കാര്യമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ അല്ല, ഈ ഉപദേശവും അങ്ങനെയല്ല ഉള്ളത്, കൊണ്ടല്ലാതെ തെറ്റിച്ചു. ഒരുത്തൻ ഇവിടെ തന്നോട് മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? ജോയ് ബ്രദർ നിങ്ങൾ വായിച്ചോണ്ടിരിക്കില്ലേ? തെറ്റിച്ച് താങ്കൾ മിണ്ടായിരിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ കറക്റ്റ് ചെയ്യണ്ടേ? തെറ്റിച്ച് നിങ്ങൾക്ക് ഇന്ന് തനിക്ക് കൂടുതൽ തനിക്ക് വായിച്ചിട്ട് പിന്നെ ഞാൻ കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യണ്ടേ? തനിക്ക് പിന്നെ കറക്റ്റ് ചെയ്യാം. താനൊന്ന് മിണ്ടായിരിക്കുന്നു കുറച്ചു നേരത്തേക്ക്. വായിച്ച് നിങ്ങൾക്ക് തോന്നിയാലോ ഓക്കെ. ഖുറാൻ ദുർവാക്യം ബൈബിൾ ഉത്തരം മുട്ടുമ്പോൾ ദുർവാക്യം ചെയ്താലോ? നിക്കുന്നേ, ഈ മനുഷ്യൻ എന്താ സംസാരിക്കാൻ പറ്റാത്തത്? ഇത് എന്തൊരു മനുഷ്യനായത്? ഇങ്ങനെ എന്തൊരു സ്വഭാവം? താഴെ ഇരുന്ന് കേൾക്കേണ്ടി വരും. ഇനി താഴെ ഇരുന്ന് കേൾക്കേണ്ടി വരും. പ്ലീസ് വായിക്ക് സാമ്പാറെ. മുജാഹിദിന് വാദ അല്ല, വന്നാൽ അപ്പഴേ താഴെ മൊത്തത്തിൽ ഇരുത്തില്ല. അല്ല, ഇങ്ങനെ പറഞ്ഞ പിന്നെ ആ ലേഖനം മുഴുവൻ ആകപ്പാടെ 11-13 വാക്യമേ ഉള്ളൂ. ഞാൻ അതിന്റെ 4 മുതൽ അങ്ങ് വായിക്കാം. ആദ്യത്തെ ആ സമാധാനം പറയുന്നത് ഒഴിച്ച് 4 മുതലല്ല, ഞാൻ പറഞ്ഞത് 9 മുതൽ ഞാൻ 11 വരെ പറയട്ടെ. വായിക്കണം. അത് വായിക്കും സുഹൃത്തെ. എന്നാ താങ്കളുടെ 9 മുതൽ 13 വരെയുള്ള വാക്യം ദാ പിടിച്ചോ. വേണ്ട 4 മുതൽ ക്രിസ്തു അവിടെ താഴെ ഇരിക്കട്ടെ. ഞാൻ ആണോ? പറഞ്ഞത് എടുത്ത് 4 മുതൽ നന്നായി. വായിക്കും. 4 മുതൽ ഓക്കെ വായിക്കും. ഓക്കെ. നമ്മുടെ പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു, അത്യന്തം സന്തോഷിച്ചു. ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണം എന്ന് പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്ക് ഉള്ളതായിട്ട് തന്നെ ഞാൻ അവിടത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കേണ്ടത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിൽ പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ, അണ്ടർലൈൻഡ്, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനോട് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്ടപ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. ഞാൻ ഒന്നുകൂടെ വായിക്കാം 9 മുതൽ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തിക്ക് കൂട്ടാളിയല്ലോ. കർത്താവിന്റെ ഉപദേശത്തിൽ യേശുക്രിസ്തു ജഡത്തിൽ സ്വീകരിച്ചിട്ടില്ല, യേശുക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല, യേശുക്രിസ്തു മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിനകത്ത് കയറി വരുന്നവന്മാരെ വീട്ടിനകത്ത് കയറ്റരുതെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലയോ? ഇപ്പൊ ആരെയാ കയറ്റരുതെന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? എമ്മിന് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല, അതിന് പകരം വേറെ ഒരു യൗവനക്കാരനായ ഒരു ചെറുപ്പക്കാരനെ അതിനകത്ത് അള്ളാഹു പിടിച്ചാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉപദേശവും കൊണ്ടുവരുന്ന നിങ്ങളെ വീട്ടിൽ കയറ്റരുതെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഉപദേശവും കൊണ്ടുവരുന്നവനെ വീട്ടിൽ കയറ്റരുതെന്നാ പറഞ്ഞ ഈ കള്ളത്തരം. കാരണം ഇത് വഞ്ചകന്മാരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് വിശ്വസിക്കാത്തവന്മാർ വഞ്ചകന്മാരാണെന്നും അവർ എതിർ ക്രിസ്തുക്കളാണെന്നോ പറഞ്ഞിരിക്കുന്നത്. അവരെ വീട്ടിൽ കയറ്റരുതെന്നാ പറഞ്ഞത്, അല്ലാതെ അന്യമതസ്ഥനെ വീട്ടിൽ കയറ്റരുത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? വിവരക്കേടും കൊണ്ട് ഇറങ്ങി തിരിച്ചോളൂ. എന്തോ ചെയ്യൂന്ന് പറ. എമ്മ ഉണ്ടെങ്കിൽ മേളിലോട്ട് പോവാ. ഇങ്ങനെ തക്കിയ പറയാൻ നിങ്ങളെയും കൊണ്ടല്ല, അത് ലോകത്ത് ആരെയും കൊണ്ടെങ്കിലും സാധിക്കും. ഒരു ഉളുപ്പ് വേണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞപക്ഷം ഒരു ഉളുപ്പ്. എന്നിട്ട് പറയാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണെന്ന്. ഇവിടെ ആരൊക്കെ വേണമെന്നുണ്ടെങ്കിലും ബൈബിൾ എടുത്ത് പരിശോധിക്കുക. ഇതിനകത്ത് എവിടാ തെറ്റ്? ഇതിനകത്ത് എവിടാ തെറ്റ്? ശ്യാമ് വായിച്ചത് മൊത്തം എന്നാ താങ്കളൊന്ന് വായിക്കും. പുള്ളിക്ക് വേണ്ടി താങ്കളൊന്ന് വായിക്കും. വളച്ചു കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചത് താങ്കൾ വായിക്കും. ഞാൻ വായിച്ചരാം.
അതേ വാക്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെളുപ്പിച്ചുകൊണ്ട് വായിച്ചത്. ഞാൻ വായിച്ചത് ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിലേക്ക് നീ മുന്നോട്ട് പോകുന്ന വായിക്കടാ മുജാഹിദ്, ഒരുവന്റെ നീ ദൈവമില്ല. വായിച്ചിട്ട് പോയാ മതി. നീ വായിച്ചിട്ട് പോയാ മതി. ഞാൻ വായിച്ചു വായിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇല്ലാത്ത വായിക്കുന്ന എന്തിനാ കൂട്ടുകാരാ? അല്ല, പുള്ളി ഇല്ലാത്തൊന്നും വായിക്കട്ടെ. വായിച്ചിട്ട് നിങ്ങൾ സംശയമുണ്ട്. എന്നിട്ട് POC ഇത് ബൈബിൾ എടുത്ത് എവിടുന്നാ നോക്കുക. കിട്ടിയെന്നും കൂടെ പറയണം. എവിടുന്നാ കിട്ടിയെന്നും കൂടെ POC പറയണം. ബൈബിൾ എടുത്ത് എന്നിട്ട് നോക്കൂ താങ്കൾ സുഹൃത്തെ. വായിച്ചു. POC ബൈബിൾ വായിച്ചു നോക്കൂ. POC ബൈബിൾ എടുക്കൂ ആ, POC ബൈബിൾ ആണോ? കുഴപ്പമില്ല, വായിച്ചോ സുഹൃത്തെ. വായിച്ചോ 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 വായിച്ചോ. POC ബൈബിൾ എടുക്കൂ നിങ്ങള്. കുഴപ്പമില്ലെന്നേ, അച്ഛാ ഞാൻ വായിച്ചോളാം. വായിക്കണ മുജാഹിദ്, വായിക്ക്. അച്ഛാ അല്ല അച്ഛാ വായിക്കുന്നത്. യോഹന്നാൻ 1:9 വായിക്കു കൂട്ടുകാരാ. എപ്പോഴും ഞാൻ വായിച്ചു തരാം, വേണോ? ആ ആ ഏ എന്റെ അത് പൊന്നെ പറയാം. എമ്മെ, അതിലേക്ക് വായിക്ക്, വരാം. സമയം കളയാതെ. ക്രിസ്തുവിന്റെ ഞങ്ങളുടെ പ്രബോധനത്തിൽ സമയത്തിന് വിലയുള്ളതാണ്. നിലനിൽക്കാതെ ക്രിസ്തു എന്ത് സമയത്ത് വല്ല കള്ളത്തരം പറഞ്ഞില്ല. എന്ത് സമയത്ത് സമയമില്ലായി പോയത് അച്ഛൻ വെച്ചാൽ തട്ടിപ്പെടുത്തുന്നത്. ഞാൻ ഇനി എടുക്കുവാണേ. ഇങ്ങനെയല്ലേ 400 ഞാൻ പുള്ളി എപ്പിസോഡ് ഇനി എടുത്തത്. എടുക്കുവാ. ഞാൻ പിന്നെ ഫ്രഷ് ആവുമ്പോള് ഒരു കാര്യം ചെയ്യും. താങ്കൾ വായിക്കും, POC ബൈബിൾ വായിക്കാം. ഞാൻ വായിക്കാം. പക്ഷെ വായിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഉണ്ട് കൂട്ടുകാരാ, കേൾക്കുന്നുണ്ട്. വായിക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. വായിക്കാം അച്ഛായ വായിക്കാം. കർത്താവിന്റെ വാക്യങ്ങളല്ലയോ, വായിക്കാമേ. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവിടെ ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിൽക്കുന്നവന്റെ പിതാവും പുത്രനുമുണ്ട്. പിന്നെ ക്രിസ്തു പ്രബോധനമായിട്ടല്ല ആരെങ്കിലും നിങ്ങൾ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദ്യം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. അതായത് അന്യമതസ്ഥർ വീട്ടിൽ കയറ്റുമോ വന്നു കഴിഞ്ഞാൽ അവർ അടിച്ചു ഓടിച്ചോളുക എന്നതിന്റെ വിശദീകരണം വേണ്ട, വിശദീകരണം വേണ്ട, വിശദീകരണം വേണ്ട. വായിച്ചാ മതി. നിങ്ങൾ ഖുറാനൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ എനിക്ക് വിശദീകരിക്കാലോ. അല്ലല്ല, നിങ്ങൾ അങ്ങനെ ഖുറാൻ അവിടെ ഒരു പ്രബോധനം ഉണ്ടല്ലോ എമ്മെ. അവിടെ ഒരു പ്രബോധനം ആ ഉണ്ടല്ലോ. എന്താണ് ആ പ്രബോധനം? അതിന്റെ തൊട്ട് മേളിൽ കാണുന്ന 6, 7, 8 കൂടെ ഒന്ന് വായിച്ചേ. ചങ്കുറപ്പൊന്ന് കാണിച്ചു. എനിക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എനിക്ക് അതെന്താ നോക്കും തോക്കും. അത് നോക്കണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഖുറാനിലല്ലേ വായിക്കുന്നത്. നിങ്ങൾ ഖുറാൻ എങ്ങനെ വായിക്കുന്നു അതുപോലെ ഞാൻ വായിക്കും. മുജാഹിദെ ഇത് പറഞ്ഞു നോക്ക്. കൃത്യമല്ലേ? ഞാൻ അതിന്റെ 9 മുതൽ 11 വരെ താങ്കൾ വായിച്ചതിനകത്ത് എന്റെ പൊന്നു കൂട്ടുകാരാ, എന്റെ പൊന്നു കൂട്ടുകാരാ മുജാഹിദ്, ഒരു സെക്കൻഡ്. എന്റെ പൊന്നു കൂട്ടുകാരാ ഞാൻ മുജാഹിദെ, വായിച്ചല്ലോ. ഇനി ഞാൻ വായിച്ചല്ലോ. അന്യ മത്സരം വീട്ടിൽ കേട്ടാൻ പാടില്ല. പറയട്ടെ കൂട്ടുകാരാ, അതൊക്കെ ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു മോഡി ഞാൻ പറയൂ. ഓക്കെ. ഇനി സാമ്പിൾ നിർത്തുന്നതിനപ്പുറം മൈക്ക് എടുത്താൽ അപ്പോഴേ ഞാൻ താഴെ ഇറക്കും. സാമ്പിളെ വായിച്ച് പറഞ്ഞു തീർന്നിട്ട് മുജാഹിദ് മൈക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ താഴെ ഇരുന്നുകൊണ്ട് കേൾക്കും. ഓക്കെ. ഇവിടെ ഞാൻ വായിച്ചതും POC ബൈബിളിലുള്ളതും തത്തുല്യത്തിൽ വാക്കുകളിനകത്ത് വ്യത്യാസമേ ഉള്ളൂ. ആശയം ഒന്ന് തന്നെയാണ്. ഇവിടെ ഇദ്ദേഹം വായിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു വേർഡ് വന്നു. ആ പ്രബോധനമല്ലാതെ, ഞാൻ വായിച്ചതിനകത്ത് ആ ഉപദേശമല്ലാതെ, ഏത് ഉപദേശമാണ് എമ്മെ ഞാൻ വായിച്ചതിനകത്ത്? ഞാൻ 4 മുതൽ 8 വരെ വായിച്ചു. കർത്താവ് ജഡത്തിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവൻ ആരോ അവൻ അങ്ങനെ കർത്താവ് ജഡത്തിൽ വന്നില്ല കർത്താവ് ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പകരം ലോകത്തിലുണ്ട്. അവര് അന്തിക്രിസ്തുക്കളാണ്, എതിർ ക്രിസ്തുക്കളാണ്. അങ്ങനെയുള്ളവരുടെ ഉപദേശവും കൊണ്ട് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരെ ഉപദേശിക്കുന്ന പ്രബോധനം ഈക്വൽ ടു ഉപദേശം, ഈക്വൽ ടു അഡ്വൈസ്. മനസ്സിലായില്ലേ? അങ്ങനെ കള്ള ഉപദേശവും പറഞ്ഞു വരുന്നവനെ വീട്ടിൽ കൈക്കൊള്ളരുതെന്നാ പറഞ്ഞത്. അവനെ വിളിച്ചിരുത്തി വീട്ടിൽ ഉപദേശിച്ച് അവനുമായിട്ട് കുശലം പറയരുതെന്നാ പറഞ്ഞത്. കാരണം അവൻ വരുന്നത് വഞ്ചിക്കാനാ വരുന്നത്. അവൻ ദുഷ്പ്രവർത്തിക്കാരന്റെ മക്കളാണ്. അവൻ സാത്താന്റെ ഇതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവനെ വീട്ടിൽ കയറ്റരുതെന്ന് പറയുന്നത്. അല്ലാതെ ഒരു അക്രൈസ്തവൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ ചവിട്ടി ഓടിക്കണമെന്നും അവന്റെ കൈകാലി വെട്ടണമെന്നും എതിർദശയിൽ നിന്ന് വെട്ടണമെന്നും അതിന് അവനെ വഞ്ചിക്കണമെന്നും അള്ളാഹു വഞ്ചനയിൽ കുതന്ത്രത്തിൽ ഉസ്താദ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ താങ്കൾ വായിച്ചതിനകത്ത് തന്നെ പ്രബോധനമുണ്ട്. ഇല്ലെങ്കിൽ താങ്കൾ പറയണം എന്താണ് ആ പ്രബോധനം. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. നിങ്ങൾ ദുരുദ്ദേശം പെന്തക്കോസ്തുകാരെ വീടുകളിൽ കയറുന്നത്. മുജാഹിദ് അതിന്റെ ഡയറക്റ്റ് ഞാൻ പറയാം. പിന്നെ പ്രബോധനമായിട്ട് താങ്കൾ ഇങ്ങനെ പല ദുരുപദേശമായിട്ടല്ലേ വരുന്നത്, കുടുംബം കലക്കിയിട്ട്. അത്
മുജാഹിദ് ഇവര് സാമ്പകർ സംസാരിച്ചു കഴിഞ്ഞോ? ഇല്ല ഞാൻ താഴെ ഇതിന് സാമ്പകർ സംസാരിച്ചു കഴിഞ്ഞോ? ഇതിന്റെ മറുപടിയും കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ലീവ് ചെയ്യും, പിന്നെ വരാം. ഇവിടെ ഈ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മറുപടിയില്ല, പ്രബോധനം എന്തുവാണെന്നുള്ള കാര്യം പുള്ളിക്ക് മറുപടിയില്ല. കാരണം പുള്ളി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെതിരെയായി മാറും. കാരണം ഇസ്ലാമാണ് ഇങ്ങനെ ഒരു ദുരുപദേശവും ദുർചിന്താഗതിയും ലോകത്തിന്റെ ഇടയിൽ പടച്ചുവിടുന്നത്. ലോകത്തിലെ ഒരു ജനതയും കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ആകെ പറയുന്ന ഒരേ ഒരു ജനത ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ പൈശാചിക ബന്ധനം മാത്രമുള്ള ഈ മതം മാത്രമാണ്. വേറെ ആരും അങ്ങനെ പറയുന്നില്ല. അപ്പൊ തത്തുല്യത്തിൽ പുള്ളിക്കാരൻ അറിയാം ഇവിടെ എന്താ പ്രബോധനം എന്ന് പറഞ്ഞതിന്റെ ആശയമെന്ന്. പിന്നെ ഇവിടെ കിടന്ന് അവിടെ മുട്ടിയപ്പോ, അവിടെ അളം മുട്ടിയപ്പോ പിന്നെ ചാടി പിടിക്കാൻ പറ്റുന്നത് പെന്തക്കോസുകാരുടെ നെഞ്ചത്തോട്ട് കയറുന്നത്. പെന്തക്കോസുകാരുടെ നെഞ്ചത്തോട്ട് താങ്കൾ കയറണ്ട. നീ അവര് ദുരുപദേശം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവര് തീരുമാനിച്ചോളും, അവര് പറഞ്ഞോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി വേറെയും ഉണ്ട് ക്രിസ്ത്യാനികൾ, അവര് ചൂണ്ടിക്കാണിച്ചോളും. ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു ദൈവം അല്ല എന്നും പറഞ്ഞ് അവര് ഒരു ഭവനത്തിലും കയറിയിട്ടില്ല. യേശുക്രിസ്തു ദൈവമാണ്, നീ അവനിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക എന്നും പറഞ്ഞിട്ടാണ് ഈ തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞത് ശുദ്ധ തക്കിയാണെന്നും കള്ളത്തരമാണെന്നും താങ്കളുടെ വെറുപ്പും ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പും വഞ്ചനയാണ്. അള്ളാഹുവിന്റെ അതേ രീതി, മുഹമ്മദിന്റെ അതേ രീതി താങ്കൾ തുടരുക മാത്രമാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് ഈ റൂമിൽ കയറി വന്നിട്ട് ബൈബിളിനെ എടുത്തു വെച്ചിട്ട് അന്യ മതസ്ഥർ വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ അവരെ അടിച്ചു ഓടിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് നാണമാവില്ലേ? കുറഞ്ഞ പക്ഷം ഒരു ആത്മവഞ്ചന ചെയ്യാതിരുന്നൂടെ? ഒന്ന് സ്വയം വഞ്ചിക്കാതെങ്കിലും ഇരുന്നൂടെ? എന്തൊരു ജീവിതമാണ് മനുഷ്യ നിങ്ങളുടെയൊക്കെ. സംസാരിച്ചു പ്രദേശം.